ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻസീസ് കുക്കറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു എഗ് റോസ്റ്റ് ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അധികം എണ്ണ ചേർത്ത് കൊടുക്കാതെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു എഗ് റോസ്റ്റ് ആണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സബോള അതിലേക്ക് ചേർത്ത് സബോള ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് ഒരു വിസിലടിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു വിസിലിൽ തന്നെ നമ്മുടെ സബോള നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇനി നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു 3 പച്ചമുളക് കീറിയതും കൂടെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് കറിവേപ്പിലും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് പകുതി വഴന്ന് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കറിയുടെ അളവനുസരിച്ചിട്ടാണ് കേട്ടോ. നമ്മൾ എടുക്കുന്ന സബോളയുടെ എണ്ണവും അതുപോലെ നമ്മുടെ കറിയുടെ ക്വാണ്ടിറ്റി നോക്കിയിട്ടാണ് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഞാൻ 4 സബോളയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് വേണ്ട ഒരു അളവാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്കത് ഒന്നും കൂടെ മൂപ്പിച്ചെടുക്കാം. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഗരം മസാലയാണ് കേട്ടോ അതിലിട്ട് കൊടുക്കുന്നത്. ഗരം മസാല ഏറ്റവും ലാസ്റ്റ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് ഗരം മസാലയുടെ നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരിക്കും. ഇപ്പം നമ്മുടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സബോളയും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സബോള നമ്മൾ വെന്തത് നമ്മുടെ ഈ മഞ്ഞൾപ്പൊടി മുളക് പൊടി മൂത്ത മിക്സിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് നല്ല ഗ്രേവി പരിവായിട്ട് കിട്ടണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ നോക്കി അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേവി ആവശ്യമാണെങ്കിൽ നമുക്ക് സ്വല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഗ്രേവി ആവശ്യമില്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് അധികം വെള്ളം ചേർത്ത് കൊടുക്കണ്ട. നമ്മൾ കുക്കറിൽ സബോള വേവിക്കാനിടുമ്പോൾ 1/2 ഗ്ലാസ് വെള്ളം എന്നുള്ളത് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പം നമ്മുടെ ഗ്രേവി കറക്റ്റ് ആയിരിക്കും. ഇപ്പം നമ്മുടെ എഗ് റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് കുറുതായി കിട്ടിയിട്ടുണ്ട്. ഇനി ഏറ്റവും ലാസ്റ്റ് നമ്മൾ 1/2 ടീസ്പൂൺ ഗരം മസാലയും ഒരു 3-4 ലീഫ് കസ്തൂരി മേത്തിയും കൂടിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ചെറുതാക്കി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ വളരെ കുറച്ച് എണ്ണ ഉപയോഗിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് റോസ്റ്റ് ആണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അത് നമ്മൾ കുക്കറിലാണ്, അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ നമുക്കത് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതുപോലെ ഇത് ചപ്പാത്തിക്കായാലും ചോറിനായാലും നല്ലൊരു കറിയാണിത്. അതുപോലെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു കറിയും കൂടിയാണ്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ചാനൽ കണ്ടിട്ട് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസ് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.